നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ പിഴത്തീരുവ US കുറച്ചേക്കും. ചില ഇറക്കുമതികൾക്കുള്ള പിഴത്തീരുവ നവംബർ 30-ന് ശേഷം പിൻവലിക്കാൻ സാധ്യതയെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വർ. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. കരാർ ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്ന് സൗദി. നിക്ഷേപരംഗത്ത് ബന്ധം ശക്തമാക്കി ഇന്ത്യയും UAEയും. വ്യാപാര നിക്ഷേപങ്ങളിൽ അബുദാബിയിൽ ഉന്നതതല യോഗം ചേർന്നു. 2024 സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളിലെയും വ്യാപാര ബന്ധത്തെ കൂടുതൽ ശക്തമാക്കിയെന്ന് യോഗത്തിന്റെ വിലയിരുത്തൽ. UAEയുമായുള്ള സഹകരണം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വോട്ട് മോഷണത്തിൽ കൂടുതൽ തെളിവുകളുമായി രാഹുൽ ഗാന്ധി. കർണാടകയിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ വ്യാജ ലോഗിനുകൾ ഉപയോഗിച്ച് വോട്ടർമാരെ കൂട്ടത്തോടെ നീക്കിയെന്ന ആരോപണം. ഒഴിവാക്കപ്പെട്ട 2 വോട്ടർമാരെ ഹാജരാക്കി വാർത്താ സമ്മേളനം. ഓൺലൈനിലൂടെ ഒരാളുടെ വോട്ട് മറ്റൊരാൾക്ക് നീക്കം ചെയ്യാനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവുകളില്ലാതെ ആരോപണങ്ങളാണ് കോൺഗ്രസിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് BJP. ആഗോള അയ്യപ്പ സംഗമം ശനിയാഴ്ച പമ്പയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നടത്തിപ്പ് ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. സംഗമത്തിനായി ഒരുങ്ങുന്നത് 7 കോടി രൂപ ചിലവിലുള്ള അത്യാഡംബര സൗകര്യങ്ങൾ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കൊരുങ്ങിയ അമൃതപുരി. അമ്മയുടെ ജന്മദിനാഘോഷം കൂടുതൽ സാമൂഹ്യ സേവന പദ്ധതികളുടെ വേദിയാകും. സമൂഹ വിവാഹവും കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യക്ക് നിരാശ. നീരജ് ചോപ്രയ്ക്ക് 8ാം സ്ഥാനം മാത്രം. സച്ചിൻ യാദവിന് 4ാം സ്ഥാനം. ഫിഫ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അർജന്റീന. സ്പെയിൻ 1ാമത്, 2ാം സ്ഥാനത്ത് ഫ്രാൻസ്. നിക്ഷേപങ്ങൾക്കായുള്ള ഇന്ത്യ UAE ഉന്നതതല ദൗത്യ സംഘത്തിന്റെ 13ാമത് യോഗം അബുദാബിയിൽ നടന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ, അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് ഹമീദ് ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയും UAEയുമായുള്ള വാണിജ്യ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനായി 2013-ലാണ് ജോയിന്റ് ടാസ്ക് ഫോഴ്സ് നിലവിൽ വന്നത്. സംയുക്ത ദൗത്യസംഘത്തിന്റെ 13ാമത് യോഗമാണ് അബുദാബിയിൽ നടന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം എന്നിവ സംബന്ധിച്ച് യോഗത്തിൽ ചർച്ചകൾ നടന്നുവെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 2022-ൽ പ്രാബല്യത്തിൽ വന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ കൂടുതൽ ശക്തമാക്കിയെന്ന് യോഗം വിലയിരുത്തി. ഈ വർഷം ആദ്യ പകുതിയിൽ ഇന്ത്യയും UAEയുമായുള്ള എണ്ണയിതര വ്യാപാരം $38 ബില്യൺ അടുത്തെത്തി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 34% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി ദുബായ് ജബലലി ഫ്രീ സോണിൽ തുറക്കുന്ന ഭാരത് മാർട്ടിന്റെ നിർമ്മാണ പുരോഗതിയും യോഗം വിലയിരുത്തി. 2.7 മില്യൺ ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഭാരത് മാർട്ട് ഒരുങ്ങുന്നത്. ഇതുൾപ്പെടെയുള്ള സംയുക്ത നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും യോഗം വിശദമായി ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളുടെ കീഴിൽ ഇന്ത്യയും UAEയുമായുള്ള സഹകരണം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. UAE വിദേശ വ്യാപാര വകുപ്പ് മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, അബുദാബി എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ അഹമ്മദ് ജാസിം അൽ സാബി, ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ, ഇന്ത്യയിലെ UAE സ്ഥാനപതി ഡോക്ടർ അബ്ദുൽ നാസർ അൽ ഷാലി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, അബുദാബി. ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ പിഴത്തീരുവ അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന സൂചന. ചില ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പിഴത്തീരുവ നവംബർ 30-ന് ശേഷം പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വർ അഭിപ്രായപ്പെട്ടു. ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരാമർശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കൊൽക്കത്തയിൽ മർച്ചന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവംബർ 30-ന് ശേഷം പിഴത്തീരുവ ഉണ്ടാകില്ലെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി പാക് പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യസുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കും. രാജ്യ താൽപ്പര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി
ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനും പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും പുതിയ പ്രതിരോധ ഉടമ്പടി ഒപ്പുവെച്ചത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി അതിനെ കണക്കാക്കുമെന്നാണ് കരാറിന്റെ ഉള്ളടക്കം. ഇസ്രയേൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമാണ് പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. കരാർ ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യമാണെങ്കിലും രാജ്യത്തെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. പ്രതിരോധ ഉടമ്പടിയുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സവാൾ പറഞ്ഞു. ഉടമ്പടി മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യങ്ങൾ ആഗോളതലത്തിലെ സ്ഥിരതയെ ബാധിക്കുന്നതും പരിശോധിക്കും. രാജ്യതാൽപര്യവും സുരക്ഷയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ തിരിച്ചടി പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരുന്നു. പ്രകോപനപരമായ സാഹചര്യമുണ്ടായാൽ ഇനിയും ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ടി വരും. അത്തരം നീക്കങ്ങൾക്ക് ഇപ്പോഴത്തെ ഉടമ്പടി തടസ്സമാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നീക്കമുണ്ടായാൽ സൗദിയുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കരാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കള്ളവോട്ട് ചേർക്കുന്നവരെ സംരക്ഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണം കമ്മീഷന്റെ അറിവോടെയെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പിന്നിൽ ആരാണെന്ന് അടുത്ത ദിവസം പുറത്തുവിടുമെന്നും ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. വോട്ട് മോഷണത്തിലും കള്ളവോട്ട് ചേർക്കലിലും കൂടുതൽ തെളിവുകളുമായാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടത്. കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും പ്രശ്നങ്ങൾ ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ രംഗത്തെത്തിയത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ആലന്ദ് മണ്ഡലത്തിൽ വോട്ടർമാർ പോലും അറിയാതെ 6018 വോട്ടുകൾ ഒഴിവാക്കാൻ ശ്രമം നടന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നു നടപടി. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ നമ്പറിൽ നിന്ന് 12 വോട്ടുകൾ നീക്കം ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതിനായി ഇരയാക്കപ്പെട്ട ആളുകളെ രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ കൊണ്ടുവന്നു. 12 लोगों का नाम डिलीट किया गया है. हालांकि मुझे मालूम नहीं, मैं कभी किसी को मैसेज भेजा भी नहीं, मैं बुलाया भी नहीं. ये बबीता आके पूछने से पता चला कि मैंने मेरे फोन से ऐसा मैसेज किया, लेकिन असल में मैंने किसी को भी मैसेज नहीं किया. രാജ്യത്ത് നടക്കുന്ന വോട്ടുകൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. കേന്ദ്രീകൃത സംവിധാനം വഴി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രതിപക്ഷ വോട്ടുകൾ വെട്ടുകയും BJP വോട്ടുകൾ ചേർക്കുകയും ചെയ്യുകയാണ്. കർണാടക CID 2023 ഫെബ്രുവരിയിൽ രജിസ്റ്റർ ചെയ്ത FIRൽ 18 കത്തുകൾ കമ്മീഷന് നൽകിയിട്ടും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. മഹാരാഷ്ട്രയിലെ രജുരയിൽ വോട്ടു ചേർക്കലാണ് നടന്നത്. 6850 വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തുവെന്ന് രാഹുൽ ആരോപിക്കുന്നു. ഹൈഡ്രജൻ ബോംബിനുള്ള അടിത്തറയാണെന്നും ബാക്കി പുറകെ വരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ പ്രധാനമന്ത്രിയാണോ എന്ന ചോദ്യത്തിന് പിന്നിൽ ആരൊക്കെ എന്നത് വൈകാതെ അറിയാമെന്നായിരുന്നു മറുപടി. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കാണെന്ന് രാഹുൽ പറഞ്ഞു. Proof that is black and white, absolutely clear, that the Chief Election Commissioner of India is protecting the people who have destroyed Indian democracy. I'm also going to show you the method by which votes are being added and deleted. Mainly communities that are voting for the opposition, Dalits, Adivasis, minorities, OBCs are specifically targeted. ഒരാഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹരിയാന, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്നാണ് സൂചന. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഓൺലൈൻ സംവിധാനത്തോടെ ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനാകില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുലിനെ വിമർശിച്ച് BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ആരോപണം ഉന്നയിക്കുന്ന ജോലിയാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് BJP നേതാവ് അനുരാഗ് ഠാക്കൂർ കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് വിശദീകരണവുമായി കമ്മീഷൻ രംഗത്തെത്തിയത്. രാഹുലിന്റെ ആരോപണം അസംബന്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. രാഹുൽ പറയുന്നത് പോലെ ഓൺലൈൻ വഴി ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഒരു വ്യക്തിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. ആലന്ദ് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് കണ്ടെത്തുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ്
കേസെടുക്കുകയും ചെയ്തു. മാത്രമല്ല മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ഭാഷയിലാണ് BJP വിമർശനം ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്ന ജോലി മാത്രമാണ് രാഹുൽ ചെയ്യുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് ഈ അവസ്ഥയിലെത്തിയത്. ആരോപണം ഉന്നയിക്കും, പിന്നീട് മാപ്പ് പറയും. അതാണ് നടക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു. लेकिन अगर निष्पक्षता के साथ भारत का इलेक्शन कमीशन काम कर रहा है तो बार बार राहुल गांधी जी का प्रयास है कि लोकतंत्र पर प्रहार किया जाए, भारत के लोकतंत्र को कमजोर किया जाए, जनता को गुमराह किया जाए और जिस तरह से बांग्लादेश नेपाल में स्थिति बनती है वैसे झूठ बोल बोल के वहां पे स्थिति पैदा कर दो देश में। ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരേ സ്വരത്തിലാണ് മറുപടി നൽകുന്നത്. എന്നാൽ കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തരല്ലെന്ന് കോൺഗ്രസും പറയുന്നു. അതുകൊണ്ട് തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും തുടരും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തതിൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷം. വില നിയന്ത്രണത്തിന് യോഗം പോലും വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. വില വർധനയിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടതായും വെളിച്ചെണ്ണ വിലയിൽ ഇനിയും കുറവുണ്ടാകുമെന്നും മന്ത്രി GR അനിലും മറുപടി പറഞ്ഞു. വിലവർധനയിലും പണപ്പെരുപ്പത്തിലും വിലക്കയറ്റ തോതിലും മാസങ്ങളായി സംസ്ഥാനം ഒന്നാം സ്ഥാനത്താണെന്ന് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് MLA ആരോപിച്ചു. വില നിയന്ത്രണത്തിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നും ഇനി അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്താനേ സർക്കാരിന് കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തിയ വർഷമാണ് കടന്നുപോയതെന്നും പ്രതിപക്ഷ നേതാവ് പോലും സമ്മതിച്ചതാണെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാത്ത 8 വർഷങ്ങളാണ് കടന്നുപോയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു. സാർ, 5 വർഷക്കാലം മാത്രമല്ല 8 വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല. എന്നാൽ മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും മണ്ഡലത്തിലെ സപ്ലൈകോ ഓണം മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിൽ താൻ പ്രസംഗിച്ചിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. മാർക്കറ്റിൽ മെക്കാനിക്കലായിട്ടുള്ള ഇടപെടലാണ് സർക്കാർ നടത്തുന്നത്. വിലവർധനയിൽ യോഗം വിളിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് വെറുതെ യാന്ത്രികമായി ഭരിച്ചു പോകുന്നതല്ല. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് മെക്കാനിക്കലാണ്. അവർ കഷ്ടപ്പെടുമ്പോൾ, അവർ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരാഗ്രഹിക്കും, അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം, ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ. അൺഫോർച്ചുനേറ്റ്ലി, ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിലില്ല. തുടർന്ന് സ്ഥിതി വിവര കണക്കുകൾ നിരത്തി ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2025 വനം വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. വനാതിർത്തികളിൽ താമസിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ബില്ല് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് നിയമഭേദഗതി ചെയ്യുന്ന 2025 കേരള വനഭേദഗതി ബില്ലും 2025 വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ലുകളാണ് മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ അവതരിപ്പിച്ചത്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടിരുന്നതാണെന്നും അതിൽ നിഷേധ നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നത് മന്ത്രി സഭയെ അറിയിച്ചു. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് കൊന്നു തിന്നാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ടാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ഭേദഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലുള്ള നടപടികളൊന്നും ഇല്ലാതെ തന്നെ കാട്ടുപന്നിയെ വെടിവെക്കാനും നാം സഭയിലെ പല അംഗങ്ങളും പരസ്യമായി എന്ന് ഞാൻ പറയുന്നില്ല, സംസാരത്തിൽ അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ശരിയായ വഴിയെന്ന് ഞാനും കരുതുകയാണ്. അതേസമയം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി സംസ്ഥാനം നിയമമുണ്ടാക്കിയാൽ നിലനിൽക്കുമോ എന്നും നിയമം പാസ്സാകില്ലെന്നും പേപ്പറിലെ ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നിയമം എതിർക്കുന്നില്ല, ഞങ്ങൾ നിയമത്തെ എതിർക്കുന്നില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണത് പാസ്സാക്കണം, നല്ല കാര്യം. പക്ഷേ ലീഗലി ഇത് നിലനിൽക്കോ ഇല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവർ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമായി അത് മാറാതെ ചെയ്യണം എന്നുള്ളതല്ല പ്രശ്നം. ലീഗൽ ഇഷ്യൂ ഉണ്ട്, അതില്ല എന്നും നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് എ ലീഗൽ ഇഷ്യൂ.
അത് കൈയടിച്ചുകൊണ്ട് ഇല്ലാതാവില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ നിയമം സംസ്ഥാനത്തിന് ബാധകമാവുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ഡൽഹിയിലും നിങ്ങൾ പാർലമെന്റ് ശക്തമായി നിൽക്കുക, ഞങ്ങളും അങ്ങോട്ട് വരാം, നമുക്ക് പരമാവധി ഇത് അംഗീകാരം നേടിയെടുക്കാൻ ശ്രമിക്കാം. അംഗങ്ങളുടെ ചർച്ചയ്ക്ക് ശേഷം 2 ബില്ലുകളും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ബില്ലിൽ വ്യക്തതക്കുറവുണ്ടെങ്കിൽ സബ്ജക്ട് കമ്മിറ്റി പരിശോധിക്കട്ടെ എന്നും ഒറ്റക്കെട്ടായ നിലപാടുണ്ടാകണമെന്നും മന്ത്രി AK ശശീന്ദ്രൻ അഭ്യർത്ഥിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ കേന്ദ്ര ഫണ്ട് ഒരു വർഷമായി ലഭിക്കുന്നില്ല എന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി ഊർജിതമാക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മണ്ണാർമലയിൽ ഭീതി പടർത്തുന്ന പുലിയെ മയക്കുവെടി വയ്ക്കുന്നതിന് ഉത്തരവ് നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ മിഷൻ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പൂർത്തിയാക്കുമെന്ന പ്രകടന പത്രികയിൽ പറഞ്ഞെങ്കിലും നടപ്പിലാക്കിയ പദ്ധതിയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷത്തിന് മറുപടിയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇന്ന് സഭയിൽ വ്യക്തമാക്കിയത്. ഒരു വർഷമായി ജലജീവൻ മിഷന്റെ കേന്ദ്ര ഫണ്ട് സർക്കാരിന് ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രി സഭയെ അറിയിച്ചത്. തുക ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. കേന്ദ്രം ഒരു വർഷമായിട്ട് ഇപ്പം നമുക്ക് പണം അനുവദിച്ചു തരുന്നില്ല. 2028 വരെ ദീർഘിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും തന്നെയും ആയിട്ടില്ല. എങ്കിലും സംസ്ഥാനത്ത് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരാറുകാർക്ക് കൊടുക്കേണ്ട തുക ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. അതിന് ഗവൺമെന്റ് അനുമതി കൊടുത്തു, തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. തുടർച്ചയായി പുലിയെ കണ്ട മണ്ണാർമലയിൽ പുലിയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാ ഉത്തരവുകളും നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ സഭയിൽ പറഞ്ഞു. ദ്രുതകർമ്മസേനയെ കൂടുതലായി നിയോഗിച്ച് പെട്രോളിംഗ് വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുമെന്നും നജീം കാന്തപുരം MLA സഭയിൽ ഉയർത്തിയ സബ്മിഷന് മറുപടിയായി മന്ത്രി പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ RRTകളെ നിയമിക്കുകയും പെട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത്. നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള 2 കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പാൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് മന്ത്രി J. ചിഞ്ചിറാണി അറിയിച്ചു. തോമസ് K. തോമസ് MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചത്. അയൽ സംസ്ഥാനങ്ങളിലെ പാൽ അധികമായിട്ടുള്ള സാഹചര്യത്തിൽ അവിടുന്ന് ധാരാളം പാല് കുറഞ്ഞ നിരക്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷീരവിപണിക്ക് ഭീഷണിയാക്കുന്നതിനുള്ള സാധ്യതകൾ കണ്ടുകൊണ്ട് പാൽവില വർധനവ് സംബന്ധിച്ച് രൂപീകരിച്ച 5-അംഗ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കണക്കിലെടുത്തുകൊണ്ടും ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ക്ഷീര കർഷകർക്ക് പ്രയോജനകരമായ രീതിയിലുള്ള പാൽ വില വർധനവ് നടപ്പിലാക്കുവാനുള്ള നടപടികൾ മിൽമ അധികം വൈകാതെ സ്വീകരിക്കുന്നതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കുവൈറ്റിൽ ഏത് അടിയന്തര സാഹചര്യങ്ങളിലും അതിവേഗ പ്രതികരണം ഉറപ്പാക്കുവാനും സുരക്ഷാ സന്നാഹം വർദ്ധിപ്പിക്കുവാനും 1-ാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിൻ്റെ നിർദ്ദേശം. രാജ്യത്തെ സുരക്ഷാ രംഗത്തെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാരുമായും സുരക്ഷാ മേഖലാ മേധാവികളുമായി ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത്. ഇതിനായി വിവിധ സുരക്ഷാ മേഖലകൾക്കിടയിൽ ഏകോപനം നടത്താൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പുതിയ അധ്യയന വർഷം ആരംഭിച്ചതോടെ സ്കൂളുകൾക്കും സുപ്രധാന കേന്ദ്രങ്ങളിലും ഫീൽഡ് സുരക്ഷാ സാന്നിധ്യം ശക്തമാക്കാനും തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗതം സുഗമമാക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും ജീവൻ അപകടത്തിലാക്കുന്നതുമായ ഗതാഗത നിയമലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശം നൽകി. സൗദി സെൻട്രൽ ബാങ്ക് വായ്പാ നിരക്കുകൾ 25 ബേസിസ് പോയിന്റ് തോതിൽ കുറച്ചു. റിപ്പോ നിരക്ക് 4.75%, റിവേഴ്സ് റിപ്പോ നിരക്ക് 4.25%-ആയാണ് കുറച്ചിരിക്കുന്നത്. ആഗോള സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് നടപടി. അമേരിക്കൻ ഫെഡറൽ റിസർവ് വായ്പാ നിരക്കുകൾ 25 ബേസിസ് പോയിന്റ് തോതിൽ കുറച്ചതിനെ പിന്തുടർന്നാണ് സൗദി സെൻട്രൽ ബാങ്കും വായ്പാ നിരക്കുകൾ കുറച്ചത്. UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീറിന് ഓർഡർ ഓഫ് സയ്യിദ് ടു ഫസ്റ്റ് ക്ലാസ് എന്ന UAE-യുടെ പരമോന്നത ബഹുമതി നൽകി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകുന്നതാണ് ഈ പുരസ്കാരം. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഇന്ത്യയും UAE-യുമായുള്ള നയതന്ത്ര ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയത്. ബഹുമതി ഏറ്റുവാങ്ങിയതിനു ശേഷം UAE പ്രസിഡന്റിന് അംബാസഡർ സഞ്ജയ് സുധീർ നന്ദി അറിയിച്ചു. കുവൈറ്റിൽ ഈ വർഷം ആദ്യ പകുതിയിൽ 8814 തീപിടുത്തങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും ഉണ്ടായതായി കുവൈറ്റ് ഫയർഫോഴ്സിലെ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഗരീബ് വ്യക്തമാക്കി. ഇതിൽ 2191
എണ്ണം തീപിടുത്തങ്ങളാണെന്നും ഫയർ സ്റ്റേഷനുകൾ കൈകാര്യം ചെയ്ത രക്ഷാപ്രവർത്തനങ്ങൾ 3532 ആണെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ തീപിടുത്തങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടന്നത് ക്യാപിറ്റൽ ഗവർണറേറ്റിലാണ്. അവിടെ 1364 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 1268 അപകടങ്ങളുമായി ഹവലി ഗവർണറേറ്റ് 2ാം സ്ഥാനത്തും 1256 അപകടങ്ങളുമായി അഹമ്മദി ഗവർണറേറ്റും 3ാം സ്ഥാനത്തും 1166 അപകടങ്ങളുമായി ഫർവേനിയ ഗവർണറേറ്റും 4ാമതുമാണ്. കുവൈറ്റിൽ മലയാളി യുവാവ് ബാഡ്മിൻ്റൺ കോർട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എറണാകുളം പെരുമ്പടപ്പ് സ്വദേശിയായ ജേക്കബ് ചാക്കോയാണ് മരണമടഞ്ഞത്. 43 വയസ്സായിരുന്നു. ഭാര്യ പാർവതി. ഇന്ത്യൻ എക്സലൻസി സ്കൂൾ സാൽമിയയിലെ വിദ്യാർത്ഥികളായ നാഥൻ നയന എന്നിവർ മക്കളാണ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി ജിദ്ദ മഗ്ജർ എംബറർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന അഹമ്മദ് സാഹിബ് മെമ്മോറിയൽ സൂപ്പർ 7 ഫുട്ബോൾ മത്സരത്തിൻ്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ റിലീസിംഗും നടന്നു. ET മുഹമ്മദ് ബഷീർ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് സാഹിബ് സൂപ്പർ 7 എന്ന പേരിൽ ജിദ്ദ KMCC സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന്റെ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ റിലീസിംഗും ജിദ്ദയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ നടന്നു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ VP മുഹമ്മദ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. KMCC സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി VP മുസ്തഫ സ്വാഗതം പറഞ്ഞ പരിപാടി ആക്ടിംഗ് പ്രസിഡന്റ് AK ബാവ അധ്യക്ഷത വഹിച്ചു. ബേബി നീലാംബ്ര, നിസാം അമ്പാട്, നാസർ വെളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 10 വരെയുള്ള വാരാന്ത്യങ്ങളിൽ ജിദ്ദ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രൈസ് മണി നൽകുന്ന മത്സരങ്ങൾ 2 പൂളുകളിലായിട്ടാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് സൗദിയിൽ 8 മേജർ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ മറുഭാഗത്ത് ജിദ്ദ KMCCയുടെ കീഴിലെ 7 ജില്ലാ കമ്മിറ്റികൾ തമ്മിലുള്ള മത്സരവും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ET മുഹമ്മദ് ബഷീർ MP, BRM ഷഫീർ എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരിക്കും. ഇസ്ഹാഖ് പൂണ്ടോളി, അഷ്റഫ് തായക്കോട്, അബു കട്ടുപാറ, ഫത്താഹ് താനൂർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സുൽഫീഖ്രോദായ്, അമൃത ന്യൂസ്, ജിദ്ദ. പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച രാവിലെ അയ്യപ്പ സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പമ്പയിൽ ഒരുക്കങ്ങൾ വിലയിരുത്തി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ആഗോള അയ്യപ്പ സംഗമം പമ്പ ത്രിവേണിയിൽ സംഘടിപ്പിക്കുന്നത്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3500 പ്രതിനിധികളെ പങ്കെടുപ്പിക്കും. പ്രത്യേക പാസ് നൽകി മാത്രമാണ് പ്രവേശനം. 20 രാവിലെ 9:30 മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന സഭ നടക്കും. തുടർന്ന് ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷയും തിരക്ക് നിയന്ത്രണവും എന്നിങ്ങനെ 3 സെഷനുകളായി തിരിഞ്ഞ് ചർച്ചകൾ നടക്കും. 4:30 സമ്മേളനം സമാപിക്കും. തുടർന്ന് പ്രതിനിധികൾക്ക് ശബരിമല ദർശനത്തിനായി സൗകര്യമൊരുക്കും. സംഗമത്തിന്റെ സംഘാടനത്തിനായി 7 കോടി രൂപയോളം ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. തുക സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. മാസപൂജയ്ക്കായി തുറന്ന ശബരിമല തീർത്ഥാടനത്തിന് യാതൊരു നിയന്ത്രണങ്ങളും സമ്മേളനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടില്ല. ദേവസ്വം മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ PK ശേഖർ ബാബു, പളനിവേൽ ത്യാഗരാജൻ, സംസ്ഥാന മന്ത്രിമാരായ K രാജൻ, റോഷി അഗസ്റ്റിൻ, K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, വീണ ജോർജ്, സജി ചെറിയാൻ, MLA മാരായ KU ജനീഷ് കുമാർ, പ്രമോദ് നാരായണൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, തന്ത്രി കണ്ഠര് മഹേഷ് മോഹനര്, SNDP, NSS, KPMS തുടങ്ങിയ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരെ ക്ഷണിച്ചിരുന്നതായും എന്നാൽ പങ്കെടുക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന സർക്കാരിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. 7 കോടി രൂപ ചിലവിൽ അത്യാഡംബര സൗകര്യങ്ങളാണ് സംഗമത്തിനായി ഒരുക്കുന്നത്. സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ സംഗമത്തിനായി പണം മുടക്കരുത് എന്ന് കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ സംഗമത്തിനുള്ള പന്തലുകൾ മുതൽ ഭക്ഷണം വരെ എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമായും ഊരാളുങ്കൽ സൊസൈറ്റിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. 7 കോടിയോളമാണ് സംഗമത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളനത്തിന്റെ പ്രധാന പന്തൽ രാമമൂർത്തി മണ്ഡപം ഇരുന്ന ഭാഗത്ത് 30,500 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ജർമ്മൻ സാങ്കേതികവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 പന്തലുകൾ കൂടിയുണ്ട്. പന്തലിന് മുകളിൽ ചൂടിനെ പൂർണ്ണമായും പ്രതിരോധിക്കുന്ന ഷീറ്റുകളാണ് വിരിച്ചിട്ടുള്ളത്. തറയിൽ പ്ലൈവുഡ് പാളികൾ പാകി. എല്ലാ പന്തലുകളും പൂർണ്ണമായും ശീതീകരിച്ചതാണ്. VIP-കളെ സ്വീകരിക്കാൻ പ്രത്യേക ലോഞ്ച്, കോൺഫറൻസ് ഹാളുകൾ, ഡൈനിങ് ഹാൾ, വിശ്രമ മുറികൾ, എക്സിബിഷൻ ഹാൾ തുടങ്ങി സൗകര്യങ്ങളാണ് പന്തലിൽ ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട.
സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിന ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. ഈ മാസം 27-നാണ് അമ്മയുടെ 72ാം ജന്മദിനം ആഘോഷിക്കുന്നത്. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശ്രമദാന പദ്ധതികൾക്കുമാണ് ആശ്രമം ഇത്തവണ തുടക്കമിട്ടിരിക്കുന്നതെന്നും സ്വാമി പറഞ്ഞു. ഇത്തവണ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെയാണ് അമ്മയുടെ 72ാം തിരുനാൾ ആഘോഷിക്കുന്നത്. സാധാരണ എല്ലാ വർഷങ്ങളിലും ചെയ്യാറുള്ളതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. 300 രോഗികൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് സർജറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 300 രോഗികൾക്ക് വേണ്ടി സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഈ കുട്ടികളുടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി, കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ഏതാണ്ട് 400ഓളം അതും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ ക്യാമ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ അമൃതകീർത്തി പുരസ്കാരം, സൗജന്യ വിവാഹങ്ങൾ, കൂടാതെ നമ്മൾ അമൃതശ്രീക്ക് എല്ലാ വർഷവും നൽകുന്ന മൂലധനം, അവർക്ക് നൽകുന്ന വസ്ത്രം, മറ്റാവശ്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപാടികളാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. പിന്നെ അമ്മ ഈ UN-ൽ ഐക്യരാഷ്ട്രസഭയിൽ 2000-ൽ മലയാളത്തിൽ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു, മലയാള ഭാഷയിൽ. അതിനു മുൻപും അതിന് ശേഷവും അങ്ങനെ ഒരു ഗ്ലോബൽ ഓഡിയൻസിനെ അഭിസംബോധന ചെയ്തിട്ടില്ല മലയാളത്തിൽ. ഇപ്പോൾ 25 വർഷം തികയാണ്. ഈ 25ാം വർഷത്തിൽ അത് അനുസ്മരിക്കുന്നതിനായിട്ട് വൺ വേൾഡ് വൺ ഹാർട്ട്, ഒരു ലോകം ഒരു ഹൃദയം എന്ന തലക്കെട്ടിനെ ആസ്പദമാക്കി സ്കൂൾ കുട്ടികൾക്ക് ആയിട്ട് ഒരു എസ്സേ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും അവിടെയൊക്കെ മലയാളികളുണ്ടോ, മലയാള സ്കൂളുകളുണ്ടോ, മലയാളികൾ നടത്തുന്ന സ്കൂളുകളുണ്ടോ, അവിടെയെല്ലാം ഈ കോമ്പറ്റീഷൻ നടക്കും. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങിയ അമൃതപുരി. അമ്മയുടെ ജന്മദിനാഘോഷം കൂടുതൽ സാമൂഹ്യ സേവന പദ്ധതികളുടെ വേദിയാകും. സമൂഹ വിവാഹവും കുട്ടികൾക്കായി സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയും ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തും. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അമൃതസ്പർശമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ കൊല്ലം അമൃതപുരിയിലും അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലും പൂർത്തിയായി വരുന്നു. ശനിയാഴ്ച രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന എന്നിവയും നടക്കും. അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ശ്രമദാന പദ്ധതികൾക്കുമാണ് ആശ്രമം ഇത്തവണ തുടക്കമിട്ടിരിക്കുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു. ജന്മദിനത്തിന്റെ ഭാഗമായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ച് അനുഗ്രഹ സാഫല്യത്തിനായി അമൃതപുരിയിലെത്തുന്ന മുഴുവൻ പേരെയും അമ്മ നേരിൽ കാണും. വിദേശികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പേരാണ് ആഘോഷങ്ങൾക്കായി ഇത്തവണ അമൃതപുരിയിലെത്തുന്നത്. ലോക ശുചീകരണ ദിനമായ സെപ്റ്റംബർ 20-ന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്താൻ മാതാ അമൃതാനന്ദമയി മഠം തീരുമാനിച്ചിട്ടുണ്ട്. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി 300 നിർധനരായ ആളുകൾക്ക് മഠം സൗജന്യ ശസ്ത്രക്രിയ ചെയ്തു നൽകും. കൊച്ചി, ഫരീദാബാദ്, അമൃത ആശുപത്രികളിലെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 2 ആശുപത്രികളിലുമായാണ് നിർധനരായ രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു നൽകുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അമ്മയുടെ ആഹ്വാനപ്രകാരം ഹൃദയ ശസ്ത്രക്രിയാ ക്യാമ്പ് കൊച്ചി അമൃത ആശുപത്രിയിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ശസ്ത്രക്രിയ ആവശ്യമായ നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നൽകും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ നടന്ന വിശ്വശാന്തി സമ്മേളനത്തിൽ അമ്മ മലയാള ഭാഷയിൽ സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു ലോകം ഒരു ഹൃദയം എന്ന വിഷയത്തെ ആസ്പദമാക്കി സമൂഹത്തിൽ മലയാള ഭാഷയുടെ പ്രചാരണവും പരിപോഷണവും ലക്ഷ്യമിട്ട മാതാ അമൃതാനന്ദമയി മഠം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക, ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അമൃതകീർത്തി പുരസ്കാരം
ജന്മദിനാഘോഷ ചടങ്ങിൽ സമ്മാനിക്കും. ആശ്രമം പുതുതായി പുറത്തിറക്കുന്ന ആധ്യാത്മിക സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. മഠത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 15,000-ലധികം വരുന്ന സ്വാശ്രയ സംഘങ്ങൾക്കും കുടുംബങ്ങൾക്കുമായുള്ള വസ്ത്രങ്ങളുടെയും പ്രവർത്തന മൂലധനത്തിന്റെയും വിതരണോദ്ഘാടനവും ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കും. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കാം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നിന്നും നീരജ് ചോപ്ര പുറത്ത്. ജാവലിൻ ത്രോ ഫൈനലിൽ നീരജിന്റെ 5ാം ത്രോ ഫൗളായി. നീരജിന് 8ാം സ്ഥാനമാണ് ലഭിച്ചത്. നീരജിന്റെ മികച്ച ദൂരം 84.03 മീറ്ററാണ്. 12 പേരാണ് ഫൈനലിൽ യോഗ്യത നേടിയിരുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ 84.85 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് ഫൈനൽ ഉറപ്പിച്ചത്. പാകിസ്ഥാന്റെ അർഷാദ് നദീമും പുറത്തായി. ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന 3ാം സ്ഥാനത്തേക്ക് വീണു. 1ാം സ്ഥാനത്ത് സ്പെയിനും 2ാം സ്ഥാനത്ത് ഫ്രാൻസുമാണ്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇക്വഡോറിനോട് ഏറ്റ തോൽവിയാണ് അർജന്റീനയ്ക്ക് തിരിച്ചടിയായത്. ഇന്ത്യ ഒരു പടി താഴേക്കിറങ്ങി 134ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.